എനിക്ക് ഒരു ഇസഹാക്കിനെ വേണോ ചായ? ജീവിതത്തിൽ ഒരർത്ഥവും ഇല്ലാന്ന് പറഞ്ഞ വക്കച്ചൻ എന്ന ഇബ്രാഹിമിന് സാറയിലുണ്ടാവുന്ന ഒരു കുഞ്ഞ് ഇസഹാക്ക് വേണോ? വേണ്ടേ? വേണം. രണ്ട് കുണുക്കും കയറി കിരീടം വെച്ചു. എന്നിട്ട് ആലോചനയ്ക്ക് ഒരു കുറവുമില്ല. അങ്ങോട്ട് കളിക്കാൻ. പോടി അങ്ങോട്ടിട്ട്. പിടിച്ചോ. അയ്യോ, ഞാൻ നോക്കിയിരിക്കുന്നു. അടിച്ച് ചായ വീണ്ടും കളിച്ചാ പൊളിഞ്ഞു. ഒരു പൊടിക്കടി തെറ്റിപ്പോയേ. തെറ്റിപ്പോയതൊന്നും അല്ല. ഇനി നിങ്ങളെ ദേ ആ കുണുക്കും കൂടി അങ്ങോട്ട് എടുത്തിട്ട്. അതല്ല, അത് ഞങ്ങൾക്കുള്ളതാ. അത് ഇതൊക്കെ കണ്ടുപിടിച്ചാണ് തല്ലണം. അങ്ങനെ അങ്ങ് ഇട്ടാ മതി. അടുത്ത തവണ ഞാൻ പിടിക്കും. നീ അതങ്ങ് എടുത്തോ, കുത്തിക്കോ. ഞാൻ കുത്താം. ആ കുണുക്ക് മര്യാദ നീ എടുത്തോ. ഇത് ഞാൻ വെച്ചോളാം. അടുത്ത തവണ ഞാൻ കഴുതിയല്ലേ, ഇപ്പൊ കാണിച്ചരാം. എന്റെ അടുത്താണ് കളിക്കണം. അടുത്ത തവണ നീ തന്നെ കഴുത, ഉറപ്പാ. നമുക്ക് എന്നോടാ കളിക്കണം. വേഗം സേവിച്ച നമുക്ക് കഴുത കളിക്കാം. കുണ്ടലും കിരീടവും ഒക്കെ വെച്ച് രാജാവിനെ പോലും ഇവിടെ ഇരുന്നോ. ഇവിടെ നടക്കുന്നവല്ലോ അറിയുന്നുണ്ടോ തോമാച്ചായൻ? എന്താടാ, എന്താ പ്രശ്നം? ലിസം എന്നെ തല്ലാൻ കൈയോങ്ങി. അയ്യോ, ഇനി ഞാൻ അവളെ അടിച്ച തിരിച്ചടിക്കുമെന്ന്. അത്രയ്ക്ക് അഹങ്കാരമായി അവൾക്ക്. എന്റെ തല്ലാൻ കൈയോങ്ങിയവളെ ഇവിടെ വെച്ച് ഉറപ്പിക്കാൻ പറ്റുകയില്ല. മോനെ സേവിച്ച, നിന്റെ നേർക്ക് ലിസാമ കൈയോങ്ങിയെങ്കിൽ അത് തെറ്റ്. അയ്യോ, വെറും തെറ്റല്ല, പൊറുക്കാനാവാത്ത തെറ്റ്. അതെ, പക്ഷേ നിനക്ക് അഭിമാനിക്കാം. നിന്റെ നേർക്ക് ലിസമ്മ കൈയോങ്ങിയതല്ലേ ഉള്ളൂ. എനിക്ക് ഓങ്ങി വെക്കാൻ അതും ഇല്ലടാ. ഇങ്ങ് തരുവ സ്ഥിരായിട്ട്. ഈ കിരീടവും കുണുക്കുമൊക്കെ കഴുതയാവുമ്പോ കിട്ടണതാ. ഭർത്താവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ കഴുത തന്നെയാ. എന്താ നിന്റെ കുണുക്ക്? മൂട്. സേവിച്ച, ഞാൻ ലിസമ്മയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാം. ഓ വേണ്ട. ഓ വേണ്ടേ? ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത് അമ്മാളുവിന് വിഷമായോ? ഏയ്, അതൊന്നും സാരല്ലെന്നേ. എന്റെ മോൻ ചെയ്യുന്നതിന് ഞാൻ നിങ്ങളെ എന്തിനാ പഴിക്കുന്നേ? അവൻ ജീവിച്ചു തുടങ്ങിയതല്ലേ ഉള്ളൂ. പതുക്കെ അവനങ്ങ് ശരിയായിക്കോളും. രണ്ടുപേരും കൂടി ഓണം പോലെ അടുക്കളങ്ങ് നിറയ്ക്കാണല്ലേ. ഇനിയിപ്പോ ഓണസാധനങ്ങളൊന്നും മേടിക്കണ്ടല്ലോ. എന്താ ഇത്? ഒരു ഗൃഹനാഥന് നിരക്ക് വെണ്ടക്കേറോ? ഭഗവാനെ, പൊന്നിന്റെ വിലയാ. എങ്ങനെ മനസ്സ് വന്നു അമ്മക്ക് ഇതെടുത്ത് എറിയാൻ? സ്വാമി, നീ ഒന്നും പറയാൻ നിക്കണ്ട. ശാരദാജിക്ക് ദേഷ്യം വന്നിരിക്കുക. ഓക്കെ, ഞാൻ പോയേക്കാം. ബട്ട് എന്റെ ഒരു ഐറ്റം ഇവിടെ ഇരിപ്പുണ്ട്, അതെനിക്ക് വേണം. എന്ത് ഐറ്റം? എള്ളുണ്ട. നിന്റെ ഒരു എള്ളുണ്ട. എടാ, ഒരു കാര്യം നിനക്കറിയോ? ഇങ്ങനെയല്ല കുടുംബം നോക്കേണ്ടത്. പിന്നെ നിന്റെ ഏട്ടൻ സുബ്രഹ്മണ്യനെ കണ്ടുപഠിക്കണം. അവൻ കുടുംബം നോക്കുമ്പോ നീയാ പറഞ്ഞ സാധനമില്ലേ, ഓണം, അതായിരുന്നു എന്നും. പോടാ അടുക്കളയിൽ. ഞാൻ പൊക്കോളാം, പക്ഷെ എന്റെ എള്ളുണ്ട് ഇങ്ങത്താ. എന്നിട്ട് ഞാൻ പൊക്കോളാം. സവോളയാണ്, സവോളയാണ്. വെണ്ടക്ക പോലെയല്ല സവോള. എനിക്ക് വെണ്ടക്ക വേണ്ട. അയ്യോ അല്ല, എള്ളുണ്ട വേണ്ട. ആവശ്യത്തിന് സാധനം മേടിച്ചു കൊടുത്തിട്ട് അഹങ്കാരത്തിന് ഒരു കുറവില്ല. അയ്യോ,
എന്താ ഇത്ര വലിയ ആലോചന? തല്ലിയാ തിരിച്ചു തല്ലുന്ന ഭാര്യയെ കളഞ്ഞിട്ട് വേറൊന്നിനെ കെട്ടിയാലോ എന്ന് ആലോചിക്കുക. ഈ ബുദ്ധി എന്താ വിജയ നേരത്തെ തോന്നാഞ്ഞേ? ഹാ, എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ട് ദാസ, അല്ലേ? പക്ഷെ ഒരു കുഴപ്പമുണ്ടല്ലോ സേവിച്ച, നിയമപരമായി ഞാനാണ് ഇപ്പൊ നിങ്ങളുടെ ഭാര്യ. ഈ ബന്ധം നിലനിൽക്കുമ്പോ വേറൊന്നും പറ്റത്തില്ല. അതിനാണല്ലോ ഈ നാട്ടിൽ കോടതി നിയമമൊക്കെ ഉള്ളത്. കേസ് പറഞ്ഞൊഴിഞ്ഞെടുത്തോളാം. ഇതാണ് ഈ കൊച്ചു കളത്രക്കാരുടെ കുഴപ്പം. ഒന്ന് പറഞ്ഞു രണ്ടാമത്തേതിന് കേസും കോടതിയെന്നും പറഞ്ഞു പൊക്കളയും. എന്നാത്തിനയച്ചായതൊക്കെ? കൂടുതൽ അഭിനയിക്കല്ലേ നീ? അയ്യോ, കർത്താവാണ്, പൊന്നും കുരിശും മുത്തപ്പനാണ് സത്യം. ഇത് അഭിനയമല്ല. എപ്പോ ഇച്ചായൻ എന്നെ ഒഴിവാക്കണം തോന്നുന്നോ ഞാൻ റെഡി. ഒരു വാക്ക് പറഞ്ഞാ മതി. ഞാൻ തമാശ പറഞ്ഞെന്നാണോ നിന്റെ വിചാരം? എന്നാ തമാശയല്ല. തല്ലിയ തിരിച്ചു ചെല്ലുന്ന ഒരുത്തിയോടൊപ്പം ജീവിക്കാൻ എനിക്ക് താല്പര്യമില്ല. തല്ലുകൊണ്ട് പഞ്ചപുച്ഛമടക്കി തല കുമ്പിട്ട് നിന്നാലേ ഭാര്യ ആവാൻ പറ്റുള്ളെങ്കിൽ ആ പദവിയിൽ എനിക്കും താല്പര്യമില്ല. ഒഴിഞ്ഞു തന്നേക്കാം ഞാൻ. പക്ഷെ ഒരു കണ്ടീഷൻ. 6-7 വർഷം മുന്നേ എന്റെ അപ്പച്ചൻ ഇട്ടു തന്ന 101 പവൻ, പിന്നെ ഒപ്പിച്ചെടുത്ത ലക്ഷങ്ങളുടെ സ്വത്ത് ആണാ പൈ കുറയാതെ എന്റെ കാൽ ചുവട്ടിൽ കൊണ്ട് വെക്കേണ്ടി വരും സേവിച്ചായ. ബന്ധം ഒഴിഞ്ഞു കളയൂന്നുള്ള ഭീഷണിയൊന്നും ലിസമ്മയോട് വേണ്ട. കൊലുങ്ങേല ഞാൻ. മഞ്ഞു പെയ്തിറങ്ങുന്ന രാത്രികളിൽ അവൾ എന്റെ നെഞ്ചിൽ മഞ്ഞുതുള്ളികളായി വരും. ഞാൻ യെരുശലേം പുത്രിമാരുടെ കാമുകൻ. എന്റെ നെഞ്ചിലെ ജലകണങ്ങൾ നിന്റെ ചുണ്ടിലെ മുത്തുമണികളാവും. ഞാൻ നിന്നെക്കുറിച്ച് മുന്തിരിവള്ളികൾ തളർക്കുന്ന സ്വപ്നങ്ങൾ കാണും. ഇച്ചായ, ഇതെന്നാത്തിനായി മഞ്ഞുള്ളുന്നേ? ഇങ്ങോട്ട് കയറുവായോ? വേണ്ടെന്നേ, ഒരു ശബ്ദം കേൾക്കുന്ന പോലെ തോന്നി. അതെന്നതാ സാറാ? ഓ, അശരീരിയാണോ? അതൊന്നും എനിക്കറിയാൻ മേല. മഞ്ഞുതുള്ളികൾക്കിടയിൽ ഞാനൊരു സോളമനെ പോലെയായി. ചെറിയ അറിവാ, പക്ഷെ എന്നാലും ആ നെഞ്ചിൽ പറ്റിച്ചേർന്ന് നടക്കുന്ന സാറാ. ഓ, പിന്നൊന്നും പറയാൻ എനിക്ക് അറിയാൻ മേല. ഓ,
പിന്നെ എന്നാ പറയാനാന്നേ? ഈ രാജാവിന്റെ നെഞ്ചിൽ ഞാൻ കുറുകുന്ന ഒരു അരിപ്രാവാന്നേ. ഞാൻ ഇവിടെ ചില്ലിക്കമ്പുകൾ വെച്ച് ഒരു കൂട് വെക്കും. എന്നിട്ട് മനസ്സിനോട് ചേർന്നങ്ങ് ജീവിക്കും. അപ്പോ ചുമ്മാ ഈ പറയുന്ന യെരൂശലേം പുത്രിമാരൊക്കെ നാണിച്ചു പോവും. എന്തു പറ്റിയടൂ? വല്ലാത്തൊരു സങ്കടം പോലെ. ഏയ്, എനിക്കെന്തിനാ സങ്കടം? അല്ല സുബ്രു, ഞാൻ ആലോചിക്കായിരുന്നു. എനിക്ക് വക്കച്ചന് നല്ലൊരു ജീവിതം ഉണ്ടാവണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ എന്റെ മുമ്പിൽ എന്തിനാ ഇങ്ങനെ ഒരു പ്രഹസനം? എന്തു പറ്റി? ഓ, എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് ആ സാറയുമായിട്ട് എന്തൊക്കെയോ ഗോഷ്ടി കാണിക്കുന്നു. അതൊക്കെ വിട്ടുകളല്ലേ. നീ എന്റെ കാര്യം മാത്രം ആലോചിച്ച പോരെ? എന്റെ പ്രണയം മനസ്സിൽ വിചാരിച്ച പോരെ? മതി. എനിക്ക് എന്റെ സുബ്രു ഉള്ളപ്പോ ഈ ലോകം മുഴുവൻ എന്റെ കാൽ കീഴിലല്ലേ. സുബ്രു, എനിക്കൊന്ന് ഉറങ്ങണം. പാട്ട് പാടിത്തരോ? താരാട്ടിന്റെ. താരാട്ടിന്റെ അല്ല, പ്രണയത്തിന്റെ. കിടക്ക്. പ്രണയവസന്തം തളിരണിയുമ്പോ പ്രിയസഖിയന്തേ മൗനം. മഞ്ഞിലേക്ക് നോക്കി ഈ രാത്രി മുഴുവനും ഇരിക്കാം ഇച്ചായ. പിന്നെ മഞ്ഞിന്റെ കർട്ടൻ ഉയരുമ്പോ അരങ്ങിൽ വെളുക്കുവോളം ഞാനും എന്റെ സാറയും. അരങ്ങിനെ പറ്റിയിട്ട് അച്ചായൻ എന്തറിയാം? എന്നാ
നിന്നെ പോലെ റിസർച്ച് ഒന്നും ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും ഞാനും നാടകങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. കേൾക്കണോ? ഞാൻ കാണാതെ പഠിച്ച ഡയലോഗ്. പിന്നെ 4 അക്ഷരം കൂട്ടി കാണാതെ പറയാൻ പറ്റൂ. പറയട്ടെ സാറാ, എനിക്കും നിനക്കുമിടയിൽ വർഷങ്ങളുടെ ജാലകപ്പാളികൾ തുറന്നു കിടക്കുന്നു. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള അതിന്റെ ഭാവം പോയി, ആർദ്രത ഇല്ലാതായി, ഒരു പ്രണയാർദ്രത. ഇച്ഛായ, എനിക്കും അങ്ങേക്കും ഇടയിൽ വർഷങ്ങളുടെ ജാലകപ്പാളികൾ തുറന്നു കിടക്കുക. ഇപ്പൊ അച്ചായൻ എന്നോട് പറയണം, ജനനത്തിനും മരണത്തിനും ഇടയുള്ള പ്രണയം. ഈ ജന്മത്തിനും എന്തെങ്കിലും വരാവുന്ന മരണത്തിനുമിടയിലുള്ള പ്രണയത്തിന്റെ പ്രണയത്തിന്റെ നീണ്ട ഇടനാഴികളിൽ സറ നമുക്ക് കണ്ണാരം പൊത്തി കളിക്കാം. ഈ മഞ്ഞിനെയും മഴയും മൂടി സറ, എന്റെ കൈകൾ നിനക്ക് കമ്പിളിയാവട്ടെ. കഴിച്ചായത് തനിച്ചെടുത്ത് കഴിക്കുവാണോ? ലിസാമേന്നൊരു വിളി ഓടി വരത്തില്ലായോ ഞാൻ? കഴിക്ക്. അല്ല, എന്തായി കാര്യങ്ങള്? തീരുമാനം വല്ലതും ആയോ? എന്തു തീരുമാനം? ഓഹോ, ഇപ്പൊ അങ്ങനെ ആയോ? ഡൈവേഴ്സ് ചെയ്യണ്ടേ നമുക്ക്? ഓ, ഇതാ സേവിച്ചതിന്റെ ഒരു കുഴപ്പം. ഒന്നിനും ഒരു ഉത്തരവാദിത്വം ഇല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യത്തുമില്ല. അതെ, കുറച്ചുകൂടെ കറി ഒഴിക്കട്ടെ, നല്ല എരിവ. അതെ, വക്കീലന്മാരെ വല്ലതും കണ്ടായിരുന്നോ? Yeah.